ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫുജേറയിലെ കൽബ സിറ്റിയിലുള്ള ഒരു ഹാങ്ങിങ് ഗാർഡൻ കാണാനാണ് ഈ പോകുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ എത്തുന്നതിന് മുന്നേ ഒത്തിരി നിങ്ങൾ ഈ മലകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ദുബായിൽ നിന്ന് വരുന്നവർക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് ഡ്രൈവാണുള്ളത്. മഴയ്ക്ക് ശേഷം ഇവിടെയെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ദുബായിൽ നല്ല മഴ പെയ്തായിരുന്നു കഴിഞ്ഞ മാസത്തിൽ. നേരത്തെ എല്ലാം ഇത് നല്ല പാറക്കെട്ട് പോലെയായിരുന്നു. ഈ മഴയ്ക്ക് ശേഷം ഈ കാണുന്ന എല്ലാം പുല്ലാണ്. പുല്ലിങ്ങനെ ചെറിയ ചെറിയ പുല്ല് മല മുഴുവനും ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ? ഈ ഭാഗത്തുള്ള ദുബായിലെയൊക്കെ വീടുകളൊക്കെ ഇങ്ങനെയാണ്. തിരക്ക് മാറി ടൗണിൽ നിന്ന് മാറി ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വീടുകൾ അവരിങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല നമ്മുടെ നാട്ടിലെ പോലെയേ അല്ല വീടുകൾ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇത് മഴ പെയ്തപ്പോൾ ഉണ്ടായ ഒരു എന്താ പറയുക, ലേക്കോ എന്താ ഇതിന് പറയുകയെന്നറിയില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് മഴവെള്ളം മാത്രമാണിത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒന്നുമല്ല. മഴ പെയ്ത് അവിടെ കുഴിയുണ്ടായി മണ്ണെല്ലാം ഇടിഞ്ഞ് റോഡിലേക്ക് വരെ ആ വെള്ളം ഒഴുകി ഇവിടം വരെ എത്തി. ഈ പോകുന്ന വഴിയിൽ കുറേ സ്ഥലത്തൊക്കെ വെള്ളമെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ റോഡെല്ലാം, ഈ റോഡൊക്കെ ഒരുപാട് നാശമായിട്ടുണ്ട്. ഈ റോഡിൻ്റെ സൈഡെല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അവർ അതെല്ലാം മെയിൻ്റനൻസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇവിടെ യാത്രയ്ക്കൊക്കെ പോകാൻ പറ്റിയ ഒരു ഇതായത്. മഴയ്ക്ക് ശേഷം ഇത്രയും നാളായി, ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് റെഡിയായത്. കുറേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും റോഡ് കുറേ ഇടിഞ്ഞു പോയത്. പക്ഷെ നമുക്ക് യാത്രയ്ക്ക് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി തിരിച്ചു വരാൻ പറ്റി. പിന്നെയും റോട്ടിൽ കൂടെ ആ വെള്ളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. ഈ കുറേ നാൾ മുന്നേ ഉള്ള ആ മഴയുടെ വെള്ളമാണ് ഇതിപ്പോഴും. നല്ല രസമുണ്ട് ഈ മലയെല്ലാം ഇപ്പോൾ കാണാൻ. ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ മലകളെല്ലാം മൊത്തം നല്ല പച്ചപ്പായിട്ട് മാറും. കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ടണലാണിത്. 500 മീറ്റർ ദൂരമുള്ള ഒരു ടണലാണ്. ഈ ടണൽ കഴിഞ്ഞ് എത്തുന്നത് തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തുവാണ്. ഹാങ്ങിങ് ഗാർഡനിലേക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ എത്തുന്നു. ഇതിവിടെ 5 ദിർഹമാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് വരുന്നത്. പാർക്കിങ്ങിന് വേറെ 10 ദിർഹമാണ് പാർക്കിങ്ങിന് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പുറത്തുനിന്നുള്ള, ഞങ്ങൾ അകത്ത് കയറിയിട്ടില്ല, പുറത്തുനിന്നുള്ള ഒരു ഓവറോൾ വ്യൂ ഇതാണ്. ഇങ്ങനെ ഇതാണ് ഹാങ്ങിങ് ഗാർഡൻ. നടുക്കായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്, ഒരു കുളം പോലെയുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് 3 കളിക്കുന്ന പ്ലേ സ്റ്റേഷൻ 3 സ്ഥലത്ത് അവർ റെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട്. പാർക്കുന്നതിലുപരി നമുക്ക് കാണാനും പിള്ളേർക്ക് എന്നാൽ കളിക്കാനും. ഇടയ്ക്ക് അവിടെ ഒരു റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്, ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെയും എല്ലാത്തിനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്.
ഇവിടെ ഒരു സ്കേറ്റിങ്ങിനുള്ള സ്കേറ്റിംഗ് സ്റ്റേഷനാണ് അവിടെ. നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. അവിടെ ഒത്തിരി ഏരിയ ഉണ്ട് സ്കേറ്റിങ്ങിന്. ആദ്യം തന്നെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് അതാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങ് നടന്ന് ചെല്ലുമ്പോഴാണ് പിള്ളേരുടെ ആദ്യത്തെ കളിക്കാനുള്ള പ്ലേ ഏരിയ അവർ അറേഞ്ച് ചെയ്തത്. ഇത് ഗാർഡൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഇത് ഒത്തിരി ഒരുപാട് ഹൈറ്റിൽ നിന്നാണ് അവരത് സെറ്റ് ചെയ്തേക്കണേ. ഈ വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. രാത്രി ആവുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വെള്ളമെല്ലാം ചാടി വലിയൊരു പൂള് പോലെ താഴെ. ഇതിൻ്റെ ചുറ്റിനായിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ നടക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. നല്ല സേഫൊക്കെ ആയിരുന്നു, പിള്ളേരൊന്നും വീഴാതെ. എല്ലാം ചുറ്റിനും അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
മുകളിലേക്ക് പോകാനായിട്ട് ഒരുപാട് ദൂരമുണ്ട്. നമ്മളിങ്ങനെ ഒത്തിരി കറങ്ങി കറങ്ങി വേണം, നമ്മൾ ഒത്തിരി ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ കല്ല് വെച്ചിട്ട് തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കി സൈഡിലെല്ലാം പിടിക്കണ ഇതെല്ലാം തടി വെച്ചിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട്. മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റുക. കണ്ടോ എന്ത് രസമാണ് നോക്കി, ആ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളത്തിൻ്റെ അതും പ്ലേ ഏരിയയും, പിന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.